അറിയില്ലേ നമ്മളെ സന്തോഷ് പണ്ഡിറ്റ്ജി ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലത്തെ സാധനങ്ങൾ പശു ആട് പിന്നെ കോഴിക്കുട്ടികൾ പിന്നെ ഭക്ഷണ സാധനങ്ങൾ തയ്യൽ മെഷീൻ ഓരോ വീട്ടിൽ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സാധനങ്ങൾ ഇയാൾ സ്വന്തമായിട്ട് വേറെ ആരും സഹായത്തോടെ കൂടി ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് പറഞ്ഞ പാടിന് അതിന് സമ്മതിച്ച സന്തോഷ് പണ്ഡിറ്റ്ജിക്ക് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തും. 10-12 വർഷമായി സാറ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ആയി ചെലവഴിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിനോട് കൂടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോളെ എത്രയാണ് പഠിക്കുന്നത്? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ അമ്മ ആണല്ലേ. അച്ഛൻ ഒരു 2 വർഷമായി ആണല്ലേ. ഇങ്ങനത്തെ ഒരു നിങ്ങളെ പേരെന്താ? മോളെ പേരെന്താ? ഇതാണ് വീടല്ലേ? ഇതാണ്. വേറെ എനിക്ക് അത്യാവശ്യം ഉണ്ടോ മോളെ? അല്ല നമുക്കിനി പെട്ടെന്ന് ചെയ്യാം എന്നാണ്. എന്നാലും ഓക്കെ, എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ല നമുക്കെല്ലാം പരിമിതികളുണ്ട്. ഇടയിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. ഈ സ്ഥലം ഒന്നും റോഡ് ഓക്കെ ഇതന്നല്ലേ 3 ഇതല്ലേ ചേട്ടാ വീഡിയോ ഉണ്ടല്ലോ. നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പം നിൽക്കുന്നത് വയനാട് ജില്ലയിലെ നിരവിൽപ്പുഴേൻ്റെ അടുത്ത് കീച്ചേരിൻ്റെ അടുത്ത്. ഏതാണ് ഈ കറക്റ്റ് സ്ഥലത്ത്? നിരവിൽപ്പുഴ. നിരവിൽപ്പുഴയിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്ര പേർക്ക് ഇതിൻ്റെ എത്ര പേർക്ക് ഗുണം? എൻ്റെ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു TV വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ സന്തോഷ് നന്ദി പറയുന്നു. ഇത് വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ശരി, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നു കേട്ടോ. നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യപ്പെട്ടു ഇതിൽ ഗ്യാരണ്ടി കാർഡ് എന്തുകൊണ്ട് അവർ വീട്ടിൽ തന്നെ വന്നിട്ട് ചെയ്തു തരും. അല്ല കത്തിൻ്റെ ആവശ്യമില്ല. അത് കട്ട് ചെയ്തു.